ദിയമോളുടെ പുഴുപ്പല്ല് പറഞ്ഞിരിക്കുന്നു ഗൈസ്. കരയുണ്ടോ അവ കഴിഞ്ഞില്ലേ? എനിക്കൊന്ന് ബാഡ് ഹെയറുടെ ആണോ ഗുഡ് ഹെയറുടെ ആണോ ഗുഡ് ഫേസിന്റെ ആണോ ബാഡ് ഫേസിന്റെ ആണോ? വീട്ടിൽ പോയിക്കോളെ. ഞങ്ങൾ വേറൊരു പുതിയ ഡിഷ് കണ്ടെത്തിയിരിക്കുകയാണ്. ബനാന അബിലാച്ചിയോ. ബനാന അബിലാച്ചിയോ. ഹായ് ഫ്രണ്ട്സ്, സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. ഞാനിപ്പോൾ ട്യൂഷന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്നലെ ഉണ്ടായിരുന്നു ട്യൂഷൻ, ഇന്നും ഉണ്ടായിരുന്നു ട്യൂഷൻ. ഫുൾ ട്യൂഷനാണ്. ഇനി വെറും 5 ദിവസം കൂടി ഉള്ളൂ ബോർഡ് എക്സാമിന്. സോ ഇന്ന് ഞാൻ എണീറ്റ് തന്നെ കുറച്ച് ലേറ്റായി. 8 മണിക്കാണ് ഞാൻ എണീറ്റത്. ഇപ്പോൾ സമയം 9:30 ട്യൂഷൻ സ്റ്റാർട്ടാവും എന്ന് പറഞ്ഞു. ഞങ്ങൾ 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങണുള്ളൂ. ഫ്രണ്ടിനെ കൂട്ടാൻ വേണ്ടി വന്നതാണ്. സോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. കുറേ കുട്ടികൾക്ക് ഞങ്ങൾക്ക് സ്റ്റഡി ലീവാണ്. പക്ഷേ ഇവിടുത്തെ സ്കൂളിലൊക്കെ മറ്റേ ക്ലാസ് ഉണ്ട്. സ്റ്റേറ്റ് ആണ്, ഫുൾ സ്റ്റേറ്റ്. സ്കൂളിലേക്ക് പോവുകയാണല്ലേ. ഇവർക്ക് മാർച്ചിലാണ് എക്സാം. മാർച്ച് 5 തുടങ്ങുക. ഞങ്ങൾക്ക് മാർച്ച് 7 കഴിയും ഗൈസ്. ഇതാണ് സ്കൂള്. ഇവിടെയാണ് എൻ്റെ കസിൻ പഠിക്കുന്നത്, എൻ്റെ ഫ്രണ്ട് പഠിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ട്യൂഷൻ സെൻ്ററിൽ എത്തി. സാറ് ഓൾറെഡി വന്നിട്ടുണ്ട്. വേറെ കുട്ടികളുണ്ടോയെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ചിലപ്പം ക്ലാസ്സിൻ്റെ ഇടയിൽ നിന്ന് ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടേ എടുക്കാൻ പറ്റുള്ളൂ വീഡിയോ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾക്കിപ്പം ബ്രേക്ക് ടൈമാണ്. സാറിനോട് പോയി ഹിസ്റ്ററിയാണ് എടുത്തത്. ഇപ്പം പൊളിറ്റിക്സ് തുടങ്ങി. പൊളിറ്റിക്സ് ഏകദേശം കഴിയാനായിട്ട്, മീൻസ് ഒരു ചാപ്റ്റർ കേട്ടോ. ഇനി ഒരു ചാപ്റ്ററും ജോഗ്രഫി എക്കണോമിക്സ് ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പം ക്ലാസ് കഴിഞ്ഞു. ഞങ്ങൾ 2:15 എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം 2:15 കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. പപ്പ അപ്പോൾ വരും. അതോ പപ്പ വന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് പോയി നോക്കട്ടെ ഗൈസ്. പപ്പ വന്നു. ഞാൻ ജസ്റ്റ് കാറിൻ്റെ സൗണ്ട് കേട്ടു. അപ്പോൾ പപ്പ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യട്ടെ. പപ്പല്ല, ഇപ്പോൾ വിളിച്ചായിരുന്നു ഞങ്ങൾക്ക് സാറിന് ഫോൺ. ഈ ഫോണിൽ പിന്നെ നിങ്ങൾക്കറിയാലോ, നോ വൈഫൈ, നോ സിം, നോ നെറ്റ്, പാസ്വേഡ് പോലും അറിയില്ല. അപ്പം പപ്പ വന്നു. ഞങ്ങൾക്ക് ഇന്ന് ബാഡ് ഫേസ് ഡേ, ഗുഡ് ഹെയർ ഡേ. എനിക്ക് ബാഡ് ഹെയറുടെ പ്ലസ് ബാഡ് ഹെയറുടെ. ഓക്കെ, ബാഡ് ഹെയറും ബാഡ് ഫേസും ആണ്. എൻ്റെ ബാഡ് ഫേസ്, ഗുഡ് ഹെയർ. എന്താ അറിയില്ല, ഇന്ന് നല്ല സ്മൂത്തായി. പപ്പ ഒന്ന് കുളിച്ചിട്ടുള്ള ഗൈസ്. പപ്പ എനിക്കൊന്ന് ബാഡ് ഹെയറുടെ ആണോ ഗുഡ് ഹെയറുടെ ആണോ ഗുഡ് ഫേസിന്റെ ആണോ ബാഡ് ഫേസിന്റെ ആണോ? വീട്ടിൽ പോയിക്കോളെ. പപ്പയ്ക്ക് ഇന്ന് ഗുഡ് ഹെയർ ഡേ ആണോ ബാഡ് ഹെയർ ഡേ ആണോ? അല്ല, ഗുഡ് ഓർ ബാഡ് ഹെയർ ഡേ ഉണ്ടോ? ഹെയർ ഡേ പപ്പയ്ക്കും മുടിയില്ല. നിങ്ങളാണ് നോക്കിയത്. ബാഡ് ഫേസ് ഡേ ആണോ ഗുഡ് ഫേസ് ഡേ ആണോ? ജെൻസി കിഡ്സ് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ ഗൈസ്. എന്റെ വൈബുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളാണ് പറയണേ. നിങ്ങളെല്ലാവരും ഉണ്ടോ? ജെൻസി അല്ല, ജെൻസിനോട് പറഞ്ഞ കാര്യമുള്ളൂ. പക്ഷെ പപ്പ അങ്ങനല്ല. പപ്പക്ക് ജെൻസി വൈബ് ഉണ്ട്. പപ്പ ജെൻസി അല്ല, പക്ഷെ പപ്പക്ക് ജെൻസി വൈബ് ഉണ്ട് ഇല്ലേ? നിങ്ങളിപ്പോ എവിടുന്നോ കണ്ടുപിടിച്ചല്ലേ? അങ്ങനെ ഇന്ന് പറയുന്ന സാധനമാണ്. ഓള് പറയും ഇന്ന് ബാഡ് ഹെയർ ഡേ ആണ് പറയും. പറഞ്ഞു കഴിക്കറിയുന്നുണ്ട്. അതോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മളെ നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഫേസ്, അല്ലെങ്കിൽ നല്ല രസമുള്ളൊരു ഫേസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് ഗുഡ് ഹെയർ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഹെയറാണ്. ഫ്രിഡ്ജ് അല്ലാന്നുണ്ടെങ്കിൽ അത് ഗുഡ് ഹെയർ. അങ്ങനെയൊക്കെ. ഇനി 2 ദിവസം വരെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ഞങ്ങൾ വീട്ടിലെത്തി. ബാഡ് ഹെയർ ഡേ ആവൂല്ല. എവിടെ ദിയമോൾ ഇവിടെയുണ്ട്.
ആയി. സമയം കണ്ടോ? 2:30. ദിയമോക്ക് പനിയായിട്ട് സ്കൂളിൽ പോയില്ല കേട്ടോ. ദിയമോ സാറ്റർഡേ സൺഡേ മൺഡേ ട്യൂസ്ഡേ ആണോ? ദിയമോള് പോയിട്ട് ഇപ്പൊ 3-4 ദിവസമായി സ്കൂളിൽ പോയിട്ട്. ഇനി നാളെ ഹർത്താലില്ലെങ്കിൽ നാളെ വിടണം, അല്ലെങ്കിൽ മറ്റന്നാൾ വിടണം. പകുതി ചവിടെ എടുത്ത് വെച്ചാൽ ഞാൻ തിന്നോളാം. ദിയമോക്ക് കുറേ നേരമായി ചോറ് തന്നിട്ട് ഇതുവരെ തീർന്നിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ രണ്ടുപേരും ഒപ്പം ഡോക്ടർ ആവാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ കോഴ്സ് തന്നെയാണോ പഠിക്കുക, അതോ വേറെ വേറെ കോഴ്സാണോ പഠിക്കുന്നത്? എന്നാ +1 ഒരേ ഇതാണോ എടുക്കുക? സയൻസ് അല്ലേ? പപ്പ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്ര പെർസെന്റേജ് കിട്ടിക്കഴിഞ്ഞാൽ ഓഫർ തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് എത്ര പെർസെന്റേജ് ആണെന്ന് പറയുന്നില്ല, നമ്മള് എക്സാമിന് മാർക്ക് കിട്ടിയിട്ട് പറയാം. അപ്പൊ ഓഫർ തന്നിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങള് മാത്സ് പഠിക്കാൻ പോവാണ്. 5 days ലെഫ്റ്റ്. സോ എൻ്റെ ഒരു മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ സോൾവ് ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ മാത്രമായി. പക്ഷെ ഇതിൽ കുറെ എണ്ണോ സർക്കിളാണ് കണ്ടോ. സർക്കിൾ ഇത് ഉച്ചക്കാണ് അറിയാത്തോണ്ടേ സർക്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് 7 ഫ്രണ്ട്സ്, ഇന്നിവിടെ 4 മണി പലഹാരം എന്ന് പറയുന്നത് ബനാന പിസ്താച്ചിയോ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കിയാലോ. ഈ പാനിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബനാന ഇട്ട് കൊടുക്കണം. പുതിയ ഡിഷ് കണ്ടെത്തിയിരിക്കുകയാണ്. ബനാന അവിലാച്ചിയോ. ബനാന അവിലാച്ചിയോ. ബനാനയുണ്ട്, അവിലാച്ചിയോ. We presenting a new dish, banana avilachiyo. ബനാന അവിലാച്ചിയോ. എന്താ അവിലുണ്ടോണ്ടാ? ബനാനയുണ്ട്, അവിലുണ്ട്, ഐസ്ക്രീം ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ബനാന ഉണ്ട്, അവലുണ്ട്, പിസ്താച്ചി ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, ന്യൂട്രലുണ്ട്, മിൽക്ക് മെയ്ഡ് ഉണ്ട്. അതെ, ബനാന അവലാച്ചിയോ. റെസിപ്പി കമന്റ് ചെയ്യുമ്പോ റെസിപ്പി ഉണ്ണിമോള് പറഞ്ഞ എല്ലാവർക്കും ഒന്നും കൂടി ഞങ്ങള് ഉണ്ടാക്കുന്നതാണ്. ഫ്രണ്ട്സ്, ഞാൻ എനിക്ക് ബുക്ക് വായിക്കാണ് കേട്ടോ. എനിക്ക് അവിടെ ബുക്ക് വായിക്കാം. ഇത്രയും നേരം എൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കിടന്നതാണ്. കുഴങ്ങി നിക്കിനെ പഠിപ്പിച്ചു കൊടുക്കുക കേട്ടോ. അധിക മോള് എന്താ ഇവിടെ സ്റ്റിക്കി നോട്ട് ഉണ്ടായിരുന്നില്ലേ, അത് പോയി. Pour them into a very hot fire burning inside a big oven. The pot are drying into the oven is called the kiln. This fire would be. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളെ പഠിത്തത്തിൻ്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്ക് എടുത്തു. കാരണം അത്രയും കുഴങ്ങി 11 ടഫ് ക്വസ്റ്റ്യൻസിലെ ഒറ്റ സ്ട്രെച്ചിൽ ഞങ്ങൾ 11 ക്വസ്റ്റ്യന് ചെയ്തു. 11 ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചെറുതെ കുറച്ചുള്ളല്ലോ തോന്നും. പക്ഷെ അത് ഞങ്ങൾ എവിടെയും നോക്കാതെ
ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതാണ്, എങ്ങനെ കിട്ടി എങ്ങനെ കിട്ടും എന്നൊക്കെ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചാണ്. അപ്പൊ ഇപ്പൊ ഞങ്ങക്ക് നടക്കാന് പോവാൻ വേണ്ടി സമ്മതിച്ചതാണ് ഞങ്ങളെ. അപ്പം ഞങ്ങൾക്ക് മാങ്ങ തപ്പി പോവാണ്. സോ ഞങ്ങൾക്ക് ഒരു കൊട്ടക കാണിച്ചെടുത്താ, മാങ്ങ കാണിച്ചെടുത്താ ആണോ, അത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ട് വേണം എണ്ണാന്. അപ്പൊ അവിടുത്തെ ചേച്ചി പറഞ്ഞു മാങ്ങേന്റെ സീസൺ ആവണുള്ളൂ മാളേ പറഞ്ഞു. മേടി വേണ്ട, കേറാൻ ബുദ്ധിമുട്ടായിരിക്കും പട്ടിക്കാട്ടെ. അല്ല അപ്പൊ ഇതെന്താ ചെയ്യണ്ടേ? ഞാൻ ഇതും കൊണ്ട് ഇറങ്ങിയത് നിലത്തുണ്ടാവും. വീഴാണെങ്കിൽ വലത്തേക്ക് വീഴത്തിട്ടോ, അല്ല അടുത്തേക്ക് വീഴത്തിട്ടോ, വലത്തേക്ക് വീഴണേ. അവിടെ പാറണ്ടേ. വലിയ കാര്യമൊന്നും ആ ശരിയാണല്ലോ. എടി എന്തിനും മറ്റുള്ള മാങ്ങ ഇങ്ങോട്ട് നോക്ക് മക്കളെ, നോക്ക്. മാങ്ങ 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 മാങ്ങ. നിക്കീനെ വെറുപ്പിക്കാൻ പോകുന്ന മുന്ന. അപ്പം ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ്. ദിയമോള് പല്ല് പറിക്കാട്ടോ. ദിയമോളെ പല്ലിന്റെ ഇടയിൽ കൂടെ വേറൊരു പല്ല് വരുന്നുണ്ട്. കൊറേ ആ പല്ല് അവിടെ സ്റ്റെക്കായി പോയി. ശരി കണ്ടോ? ശരിയായിട്ടില്ല, അത് പറിക്കണം. അതിന്റെ മുകളിൽ കൂടെ വേറെ പല്ല് വരുന്നുണ്ട്. ദിയമോളെ പല്ലുകളൊക്കെ ദിയമോള് സ്വന്താട്ടോ പറിക്കല്. അതാണ് അങ്ങനെ ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും ഒക്കെ നിക്കുന്നത്. മനസ്സിലായോ? പല്ല് പറിക്കാൻ മൂന്ന് കൊല്ലായി ഇതുവരെ വന്നില്ല. ദിയമോക്ക് മൂക്കി കൂടെ പല്ല് വരുന്നുണ്ട് കേട്ടോ. കാര്യം എന്താണെന്നറിയോ? ദിയമോള് സമയത്തിന് പല്ല് പറിക്കൂല. വേറൊരു പല്ലടി കൂടെ വന്നാലേ പിന്നെ ദിയമോള് പല്ല് പറിക്കാറുള്ളൂ. ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കട്ടെ? അങ്ങനല്ല, ഞാൻ മോളിൽ കൂടെ വരുന്ന പല്ല് കാട്ടി കൊടുക്കട്ടെ? മോളില് വരുന്ന പല്ല് കാട്ടി കാലം ഇങ്ങനെ പറഞ്ഞു. മോളെ ഇപ്പഴെങ്ങാനും നടക്കുവോ? പറഞ്ഞോ? ദിയമോളുടെ പുഴുപ്പല്ല് പറഞ്ഞിരിക്കുന്നു ഗൈസ്. കരയുണ്ടോ? അവ കഴിഞ്ഞില്ലേ? കൂടെ പല്ല് വരുന്നുണ്ട്. അങ്ങനെ ദിയമോളുടെ ഒരു പല്ലും കൂടെ പറഞ്ഞു. ചോരൊന്നും ഇല്ലല്ലോ. കുൽക്കുഴിഞ്ഞൊപ്പിക്ക് പോയിട്ട് ഇതുകൊണ്ട് പപ്പയ്ക്ക് കാണിച്ചു കൊടുക്കും. പപ്പയ്ക്ക് കാണിച്ചു കൊടുക്കും. ദിയമോളോട് പപ്പ പറഞ്ഞേ പിന്നെ ഇന്ന് പറിച്ചില്ലെങ്കിൽ നാളെ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് പല്ല് പറിക്കുന്ന പറഞ്ഞു. അവൾ എത്ര നേരമായിന്നറിയാം മെനക്കെടാൻ തുടങ്ങിയിട്ട് പല്ല് പറിക്കാൻ. എന്തായാലും ലാസ്റ്റ് പറിച്ചെന്തായാലും.